ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാംഗോ പാൻ കേക്ക് ആയിട്ടാണ്. ഒരു ഹോങ്കോങ് സ്പെഷ്യൽ പാൻ കേക്ക്. അപ്പോൾ ആദ്യം ഹോങ്കോങ്ങിലാന്ന് തോന്നുന്നു വന്ന്, പിന്നെ കൊറിയയിലും ചൈനയിലും എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ പിന്നെ വൈറലായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊരു ക്രീം റെഡിയാക്കണം. അതിനായിട്ട് ഞാനിതൊരു ബൗളിലേക്ക് 2 കപ്പ് ഡ്രീം വിപ്പ് ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീം, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും, അത് പിന്നെ ഓപ്ഷണലാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും, 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട്, തണുത്ത പാലും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ക്രീം ഇവിടെ റെഡിയാക്കി വെക്കണം. നമ്മളെ ക്രീം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പിന്നെ വേണ്ടത് ഇതാ നല്ല പഴുത്ത മാംഗോ ആണ്. അത് ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നീളത്തിലാണ് ഇതിപ്പം കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും എന്താ പറയുക കട്ട് ചെയ്യാം. ഇനി അതും അവിടെ മാറ്റി വെച്ച്, പിന്നെ ഇതാ അതിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ എന്താ പറയുക അടിച്ചിട്ടും റെഡിയാക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. പിന്നെ 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് 1 കപ്പ് മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു പിഞ്ച് മതി. പിന്നെ അത് നിങ്ങൾ നോക്കിയിട്ടിടാം. പിന്നെ ഇതിലോട്ട് ഞാനിപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളിത് മിക്സിയിലാണ് അടിക്കുന്നതെങ്കിൽ പഞ്ചസാര പൊടിക്കണമെന്നില്ല. പിന്നെ ഇങ്ങനെ ആക്കുന്നതുകൊണ്ടാണ് ഞാൻ പൊടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വിസ്ക് കൊണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ഒരു എന്താ പറയുക ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇട്ട എല്ലാ അളവും കറക്റ്റ് എന്താ പറയുക പാകത്തിനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ പറയുക കളർ വേണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട. പിന്നെ നമ്മുടെ ഈ പാൻ കേക്ക് എന്ന് പറയുന്നത് ഒരു യെല്ലോ കളറാണല്ലോ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു ഫോട്ടോൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള ഇട്ടതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവാൻ, അത്ര ടൈറ്റും എന്താ പറയുക കട്ടിയും അല്ല അത്ര ലൂസും അല്ലാത്ത, എന്നാൽ ലൂസായിരിക്കണം. അപ്പോൾ ഇതേപോലെ ഉണ്ടാകാൻ. അങ്ങനെ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ഒഴിക്കുമ്പോൾ നമ്മളിങ്ങനെ അപ്പം തന്നെ ചുറ്റിച്ച് കൊടുക്കണം. എല്ലാ ഭാഗവും കുറച്ച് എന്താ പറയുക നേരിയതായിരിക്കണം. എന്നാൽ എല്ലാ ഭാഗവും ഒരേപോലെ, ഒരു ഭാഗം തടി നേരിയത് അങ്ങനെ ആവാണ്ട് ആ സ്പോട്ടിൽ തന്നെ ഒന്ന് ചുറ്റിക്കുക. എന്നിട്ട് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് പെട്ടെന്ന് കുക്കായി കിട്ടും. നമ്മളിതാ ആദ്യത്തെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മറ്റേതും എല്ലാം ചെയ്തെടുക്കുക. വേഗം ഒഴിക്കുമ്പം തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും. അധികം തീ കൂട്ടിയിട്ടൊന്നും വെക്കണ്ട, മറിച്ചിടേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളെല്ലാ പാൻ കേക്കും ഇതേവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാൻ കേക്ക് എടുത്തിട്ട് ഇതേപോലെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നല്ല ഭാഗം ഇങ്ങനെ അടിയില്ല ഉള്ളത് കണ്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കത് എത്ര വേണോ അങ്ങനെ നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പീസ് മാംഗോ അതും വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. റോൾ ചെയ്യോ അല്ലാണ്ട് മടക്കോ 4ആയിട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്രീം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് ശരിക്കും 3 പാൻ കേക്ക് ഇങ്ങനെ എന്താ പറയുക നിരത്തി വെച്ചിട്ട്, പിന്നെ ഫുള്ള് ക്രീമും പിന്നെ അതിൻ്റെ മേലെ നിരത്തിയിട്ട് മാങ്ങയെല്ലാം വെച്ചിട്ട് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നതാണ്. പക്ഷെ അത് ചിലപ്പം കീറിപ്പോവോ വിട്ടുപോകും എന്നെല്ലാം വിചാരിച്ചിട്ട് നമുക്കിത് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ കുഞ്ഞു എന്താ പറയുക പാൻ കേക്ക് ആക്കിയിട്ട് എന്നാൽ ഒരാൾക്ക് ഓരോന്നങ്ങനെ എടുത്തിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ മാംഗോവും വെച്ച് കൊടുത്ത് 4 സൈഡും ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് റോളോ അങ്ങനെ എന്ത് വേണമെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം.
പിന്നെ ഇതേപോലെ നല്ല അടിപൊളി മാംഗോ പാൻ കേക്ക് ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും എല്ലാം നമുക്ക് അതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്കിങ്ങനെ മാംഗോ നീളത്തിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടും നിറയെ വെച്ച് കൊടുക്കുക. കുറച്ച് മാംഗോ അധികം തന്നെ നിന്നോട്ടെ, അല്ലെങ്കിൽ ക്രീം മാത്രം എന്താ പറയുക ഓവറായിട്ട് നമുക്ക് മത്ത് പിടിച്ച പോലെ കഴിക്കുമ്പോൾ. പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് മടക്കി കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ പണി. നല്ല അടിപൊളി പാൻ കേക്കെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ അങ്ങനെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് എടുക്കുക. ഞാനിത് അങ്ങനെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇനി ക്രീമെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. കണ്ടോ, നല്ല ഉള്ളെല്ലാം കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അടിപൊളി പാൻ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ ചോറെല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവുമല്ലോ സ്കൂളെല്ലാം വിട്ട് വരുമ്പോൾ. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് അടുത്തത് ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പർ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.